പുനർജനി അഴിമതി ആരോപണത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് ലഭിച്ചതിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പരാതിക്കാരിൽ ഒരാളും മുൻ കോൺഗ്രസ് നേതാവുമായ രാജേന്ദ്ര പ്രസാദ്. കേസ് അന്വേഷിക്കേണ്ടത് CBI ആണെന്നും പണം പിരിച്ചതിന് വീഡിയോ ദൃശ്യങ്ങൾ അടക്കം തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനമുണ്ടെന്നും അപ്പോൾ ക്ലീൻ ചിറ്റ് നൽകുന്നത് എങ്ങനെയാണെന്നും കൂടെ രാജേന്ദ്ര പ്രസാദ് ചോദിക്കുന്നു. സംസ്ഥാന സർക്കാർ 2018 പ്രളയ ഫണ്ട് കളക്ട് ചെയ്യാനായി കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയെങ്കിലും അത് കൊടുത്തില്ല. അന്ന് വെറും ഒരു MLA മാത്രമായിരുന്ന വി.ഡി. സതീശൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ FCRA ലംഘിച്ച് പണം പിരിച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ഞങ്ങൾക്ക് കിട്ടി. വിദേശത്ത് പോയി സതീശൻ കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചിട്ടുള്ളത്. വലിയൊരു ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം ചെയ്തതെന്നും രാജേന്ദ്ര പ്രസാദ് പറയും. ഈ വിഷയം വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കാനാണ് CPIM ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എറണാകുളം പറവൂരിൽ DYFI പ്രതിഷേധം സംഘടിപ്പിക്കും. പിരിച്ചെടുത്ത പണവും വീടും എവിടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാകും അവരുടെ പ്രതിഷേധം. വിജിലൻസ് അന്വേഷണത്തിൽ വി.ഡി. സതീശനെതിരെ തെളിവില്ലെന്ന റിപ്പോർട്ടാണ് വന്നത്. തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഈ സാഹചര്യത്തിൽ കേസിൽ നിന്നും വി.ഡി. സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. പുനർജനി എന്നത് 2018 പ്രളയത്തിന് ശേഷം വി.ഡി. സതീശന്റെ മണ്ഡലമായ പറവൂരിൽ നടപ്പിലാക്കിയ ഒരു പുനരധിവാസ പദ്ധതിയാണ്. പറവൂരിന് പുതുജീവൻ നൽകുക, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, സ്കൂളുകൾ നവീകരിക്കുക, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. മണപ്പാട്ട് ഫൗണ്ടേഷൻ, ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്നീ സംഘടനകളായിരുന്നു ഈ പദ്ധതിയിലെ പ്രധാന പങ്കാളികൾ. ഈ പദ്ധതിക്കായി വിദേശത്തു നിന്നും മറ്റും നിയമവിരുദ്ധമായി പണം പിരിച്ചുവെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുവെന്നും ആരോപിച്ച് കാതികൂടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹി ജെയ്സൺ പാനിക്കുളങ്ങരയാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത്. വി.ഡി. സതീശൻ പണം അഭ്യർത്ഥിക്കുന്ന വീഡിയോ അടക്കമായിരുന്നു ജെയ്സൺ വിജിലൻസിന് പരാതി നൽകിയത്. അതിന്റെ പിന്തുടർച്ചയാണ് ഇപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഉയർത്തുന്ന ആരോപണങ്ങൾ. വി.ഡി. സതീശൻ പണം പിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കയ്യിലുണ്ട് എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിൻബലം നൽകുന്നത്. പറവൂരിൽ പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാൻ ലണ്ടനിലെ ബെർമിംഗ്ഹാമിൽ നടന്ന ഒരു ചടങ്ങിൽ ധനസഹായം ആവശ്യപ്പെടുന്ന വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് വിജിലൻസിലേക്ക് പരാതി പോയത്. വി.ഡി. സതീശനെതിരെ കേസ് നിലനിൽക്കില്ലെന്നായിരുന്നു പ്രാഥമിക അന്വേഷണത്തിലെ ആദ്യത്തെ റിപ്പോർട്ട്. വിദേശത്തു നിന്നും സമാഹരിച്ച പണം ഒരു ചാരിറ്റബിൾ സംഘടന വഴി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപയോഗിച്ച് വീട് നിർമ്മാണവും നടന്നിട്ടുണ്ട്. വി.ഡി. സതീശൻ സംഘടനാ ഭാരവാഹി അല്ലാത്തതിനാൽ പണം ദുരുപയോഗത്തിന്റെ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നിലനിൽക്കില്ല എന്നായിരുന്നു ആദ്യ ശുപാർശ. എന്നാൽ വിദേശ നാണ്യ വിനിമയ ചട്ടത്തെക്കുറിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ അന്നത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത വീണ്ടും നിർദ്ദേശം നൽകിയിരുന്നു. അതേ തുടർന്ന് CBI അന്വേഷണത്തിനുള്ള പുതിയൊരു ശുപാർശയും നൽകിയിരുന്നു. UK ആസ്ഥാനമായ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എഡ് ട്രസ്റ്റ് എന്ന സംഘടനയാണ് വിവിധ വ്യക്തികളിൽ നിന്നും 22,500 പൗണ്ട് സമാഹരിച്ചത്. ഇത് മണപ്പാട്ട് ഫൗണ്ടേഷൻ സംഘടനയുടെ അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഫെറ നിയമപ്രകാരമുള്ള ലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യം CBI അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആ അന്വേഷണം നടന്നിട്ടുമില്ല. ഇപ്പോഴത്തെ വിജിലൻസ് റിപ്പോർട്ടിന്റെ ഈ കേസിലെ അന്വേഷണം അവസാനിപ്പിച്ചു എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞത്.